ഇത് യഹോവയാൽ സംഭവിച്ചു നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യം. അപ്പൊ യഹോവയാൽ സംഭവിച്ച വിഷയങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഒന്ന് ഇസഹാക്കിന്റെ വിവാഹം യഹോവയാൽ സംഭവിച്ചതാണ്. രണ്ട് ശിംശോന്റെ ബന്ധം. രാവിലെ ചിന്തിച്ച് നിർത്തിയത് ശിംശോൻ മാനോഹയുടെ മകനാ. അമ്മയുടെ അടുക്കൽ ദൂതം വന്നു. ആരാ? ശിംശോന്റെ അമ്മയുടെ അടുക്കൽ. അമ്മയോട് ദൂതൻ പല കാര്യം പറഞ്ഞു. നീ ഗർഭവതിയാകാൻ പോവുക, സൂക്ഷിക്കണം. ഒരു സ്ത്രീ ഗർഭവതിയായാൽ സൂക്ഷിക്കണം, ഒത്തിരി കാര്യം സൂക്ഷിക്കണം. മാനോഹയുടെ ഭാര്യയോടും ദൂതൻ അങ്ങനെ വന്ന് പറഞ്ഞത്, സൂക്ഷിക്കണം. പുതിയ നിയമത്തിൽ നമ്മുടെ വിശ്വാസികളോടും പറയുന്നത് സൂക്ഷിക്കണം. നിന്നെ തന്നെ ആദ്യം സൂക്ഷിക്കണം. നമുക്ക് നമ്മളെ സൂക്ഷിക്കാൻ നേരമില്ല, മറ്റുള്ളവരെ അല്ലേ? നിന്നെ തന്നെ സൂക്ഷിക്കണമെന്നാ. എന്നാൽ ചിലർക്ക് അവനവനെ സൂക്ഷിക്കാൻ യാതൊരു താല്പര്യവും ഇല്ല. അടുത്തിരിക്കുന്ന ആളിനെ നന്നായിട്ട് സൂക്ഷിക്കുകയും ചെയ്യും, സൂക്ഷിച്ച് നോക്കുകയും ചെയ്യും. നാം നമ്മെ തന്നെ സൂക്ഷിക്കണം. അപ്പൊ ഈ മാനോഹയുടെ ഭാര്യയോട് പറഞ്ഞു, സൂക്ഷിച്ചോണം, നിനക്കൊരു കുഞ്ഞുണ്ടാകും. അവൻ യഹോവയ്ക്ക് നാസീർ വധസ്ഥനായിരിക്കും. നാസീർ വധസ്ഥന്റെ പ്രമാണമാണ് സംഖ്യാപുസ്തകം 6-ാം അധ്യായത്തിൽ. മുന്തിരി കടിക്കരുത്, കാടി കുടിക്കരുത്, തൊലി തിന്നരുത്, കുരു തിന്നരുത്, പച്ച തിന്നരുത്, പഴുത്തത് തിന്നരുത്, മുന്തിരിയുടെ കാടി ഉപയോഗിക്കരുത്, കുരു തൊട്ട് തൊലി വരെ അത് പാടില്ല, ശവത്തെ തൊട്ട് അശുദ്ധനാക്കരുത്, അപ്പൻ അമ്മ സഹോദരൻ സഹോദരി ആര് മരിച്ചാലും ചെന്ന് തൊട്ട് അശുദ്ധനാക്കരുത്, ജട കത്തിരിക്കരുത്. യഹോവയുടെ നാസീർ നിന്റെ ശിരസിലിരിക്കുക. അവനെ കണ്ടാൽ അറിയാം, ഈ നാസീർ വ്രതസ്ഥന്മാരെ കണ്ടാൽ അറിയാം, എടാ നാസീർ ആന്നല്ലേ പോകുന്നത്. സ്തോത്രം. നാസീർ വ്രതസ്ഥൻ ഏത് സദസ്സ് ചെന്നാലും അറിയാം, ഫംഗ്ഷന് ചെന്നാലും അറിയാം. ഫംഗ്ഷനെ ഡിന്നറോ പാർട്ടിയോ ഒക്കെ ഉള്ളപ്പോൾ നാസീർ വ്രതസ്ഥന് ഒരു പെഗ് കൊണ്ട് കൊടുത്താൽ പറയാം വേണ്ട എന്ന് പറയും. അല്ലാത്തവൻ, വ്രതമില്ലാത്തവൻ, നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. എവനെ ഇത് കുടിക്കാൻ പാടില്ല, വലിക്കാൻ പാടില്ല, സിനിമ കാണാൻ പാടില്ല, അനാവശ്യം പറയാൻ പാടില്ല, എല്ലാരും നടക്കുന്നത് പോലെ നടക്കാനൊക്കത്തില്ല വ്രതമുള്ളവർക്ക്. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കിയ ഒരു കാര്യം, ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കുക. ഇപ്പൊ ഞാൻ സ്റ്റേജിൽ ഇരിക്കുകയാണല്ലോ, ഇവിടെ ഇരിക്കുന്ന ഈ 3 മണിക്കൂർ അല്ലെ 4 മണിക്കൂർ അല്ല വ്രതം, ഇത് കഴിഞ്ഞും വ്രതമാ. ഇവിടെ ഇരിക്കുന്ന 3 മണിക്കൂർ ഞാൻ സ്തോത്രം 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 ചൊല്ലുക. അത് കഴിഞ്ഞോ? ഒരു ദിവസം 24 മണിക്കൂറല്ലേ, അതിൽ 3 അങ്ങ് പോയിട്ട് എത്ര 21 അല്ലേ? ഞാൻ എൻ്റെ കാര്യം പറയുമ്പോൾ പിന്നെ നിങ്ങൾക്ക് കുഴപ്പവുമില്ല, ഒരു ചെറിയ സന്തോഷവും വരട്ടെ. ഈ 3 മണിക്കൂർ 4 മണിക്കൂർ അല്ല ആത്മീയനാകേണ്ടത്, വ്രതം കാക്കേണ്ടത്. ഇത് കഴിഞ്ഞും വ്രതമാ. സ്തോത്രം. ഒരു ദൈവവൈദ്യന്റെ വ്രതം മരണം വരെയാ. സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ എപ്പോഴും പറയാം, നമ്മുടെ ഷിനുവിനറിയാം, കോടുകുളഞ്ഞിൽ ഒരു ഷൗമേൽ സാറുണ്ടായിരുന്നു, കടന്നു പോയി. നല്ല മനുഷ്യനാ, രസകരം, അധ്യാപകനും കൂടായിരുന്നു, നല്ല വിവരമുള്ള ആളാണ്. ഞാൻ മിക്കപ്പോഴും പ്രസംഗിക്കുമ്പം പറയും, അദ്ദേഹം എപ്പോഴും പറഞ്ഞ, അനീഷെ സൺഡേയിലെ സിസ്റ്റർ അല്ല മൺഡേയിലെ സിസ്റ്റർ. പുള്ളി എപ്പോഴും പറയുന്നതാ. പല കാര്യങ്ങൾ പുള്ളി ചിന്തിച്ചിട്ടായി പറഞ്ഞത്. സൺഡേയിലെ പാസ്റ്റർ തന്നെ ആയിരിക്കണം മൺഡേയിലെ പാസ്റ്ററും, മൺഡേയിലെ പാസ്റ്റർ ആയിരിക്കണം സാറ്റർഡേയിലെ പാസ്റ്ററും. സൺഡേ മാത്രം പാസ്റ്റർ,
മൺഡേ വന്നപ്പം യോടി സൺഡേയിൽ അമ്മാമ്മ മേപ്പോട്ടും കീപ്പോട്ടും ചാടി ഗ്ലോറി വിക്ടറി കാൽവറി പറഞ്ഞ് തുള്ളിച്ചാടി ഒരു കസേരയും മറച്ചിട്ടു. തേഴ്സ്ഡേ ആയപ്പം ചിന്നമാമ ഒളിഞ്ഞു നോക്കുന്നില്ല. എന്നാ നേരെ ഇരിക്ക്, നേരെ എനിക്ക് കാണണം, നേരെ ഇരി. പാവം അത് അവിടെ പുറകിൽ ഇടയില്ല എന്നല്ലയോ. കുഴപ്പമില്ല, എന്നാലും അവിടെ ഇരുന്ന് ദൈവം അനുഗ്രഹിക്കണം. അയ്യോ, നമുക്ക് വേണ്ടി ഒത്തിരി കഷ്ടപ്പെടുന്നതാ. ദൈവം ആയുസ്സും ആരോഗ്യം കൊടുക്കട്ടെ, അനുഗ്രഹിക്കട്ടെ, ദീർഘായുസ് തരട്ടെ. കമ്മലുമാലയെല്ലാം ഊരി തിരുമേശ എടുത്തോണം, കാര്യമൊക്കെ കാര്യം. ദൈവം ദീർഘായുസ് തരും, ഒരു കുഴപ്പവും വരികയില്ല. വീട് പണിയൊക്കെ നടന്നോളും, അതൊക്കെ ദൈവം നടത്തും. അപ്പൊ ശ്രദ്ധിക്കുക, വ്രതം പാലിക്കണം. ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ 3 മണിക്കൂർ അല്ല പാസ്റ്റർ, 4-ാമത്തെ മണിക്കൂറും പാസ്റ്റർ തന്നെ. വൈകിട്ട് 6 മണി കഴിഞ്ഞും പാസ്റ്ററാ, രാത്രി 10:30ക്കും പാസ്റ്ററാ, രാത്രി 12:45 പാസ്റ്ററാ. ചന്തയിൽ പോയാലും പാസ്റ്ററാ, സൂപ്പർ മാർക്കറ്റിൽ കയറുമ്പോഴും. എന്നെ ആർക്കും അനക്കമില്ലാത്ത എടുക്കപ്പെട്ടതാണോ അതോ എൻ്റെ കാര്യമല്ലേ ഞാൻ ഈ പറയുന്നേ? എന്നിട്ട് നിങ്ങൾക്ക് എന്നാൽ ഇനി നിങ്ങളുടെ കാര്യം പറയട്ടെ. എൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നിങ്ങൾക്കെല്ലാം ഒരു നമ്മളെ അറിയുന്നൊരു ദൈവമുണ്ട്. അപ്പോൾ ഈ മാതാവിനോട് ദൂതൻ പറഞ്ഞു, സൂക്ഷിക്കണം. ക്രിസ്തീയ ജീവിതം നന്നായി സൂക്ഷിക്കണം, എല്ലാവരും സൂക്ഷിക്കണം. ദൈവദാസന്മാര് സൂക്ഷിക്കണം, ദൈവകുഞ്ഞുങ്ങളെ സൂക്ഷിക്കണം, കൊച്ചുപിള്ളേര് സൂക്ഷിക്കണം, യൗവനക്കാര് സൂക്ഷിക്കണം, മാതാപിതാക്കൾ സൂക്ഷിക്കണം, എല്ലാവരും സൂക്ഷിക്കണം. സ്തോത്രം. മുന്തിരി കഴിക്കരുത്, കാടി കുടിക്കരുത്, തൊലി തിന്നരുത്, കുരു തിന്നരുത്. ഇതൊക്കെ ആ കർക്കശമായ ഉപദേശം. എന്തിനേറെ ആ ദൂത് പറഞ്ഞതുപോലെ ഈ സഹോദരി പ്രസവിച്ചു. അതല്ലേ ആ 13-ന്റെ ഒടുവിലത്തെ വാക്യത്തിൽ, അല്ലയോ? വായിച്ചേ. അനന്തര സ്ത്രീ ഒരു മകനെ പ്രസവിച്ചു. അവന് ശിംശോൻ എന്ന് പേരിട്ടു. ശിംശോൻ എന്ന് പേരിട്ടു. ബാലൻ വളർന്നു. യഹോവ അവനെ അനുഗ്രഹിച്ചു. യഹോവയുടെ ആത്മാവ് അവനെ ഉദ്യമിപ്പിച്ചു തുടങ്ങി. അപ്പൊ ദൈവാത്മാവിനാൽ ഉദ്യമിപ്പിച്ചു തുടങ്ങി, ദൈവാത്മാവിനാൽ നടത്തപ്പെടുക. പക്ഷെ ദൈവാത്മാവിനാൽ നടത്തപ്പെട്ട ഇങ്ങേര് ചില പ്രായമൊക്കെ ആയപ്പോ നേരെ തിമ്നയിലോട്ട് പോയി. ഞാൻ രാവിലത്തെ സെക്ഷനിൽ പറഞ്ഞ തിമ്നയെ ചെന്ന് ഒരു പെങ്കൊച്ചിനെ കണ്ടു. പുള്ളിക്ക് അവളെ ബോധിച്ചു. ഈ പയ്യന് ബോധിച്ച്, എനിക്ക് ശിംശോനോട് ഇഷ്ടം, ഒരു ബഹുമാനം. അവൻ അവളെ കണ്ട് ഇഷ്ടപ്പെട്ട് ബോധിച്ചിട്ട് വന്ന് അപ്പനോടും അമ്മയോടും പറഞ്ഞു. അത് ഒരു നല്ല കാര്യമാണ്. ചിലരെ ബോധിച്ചു കഴിഞ്ഞാൽ അവരുമായിട്ട് അങ്ങ് പോവുക. പിന്നെ 6 മാസം കഴിഞ്ഞാൽ സ്വന്തം നാട്ടിലോട്ട് ചോദിക്കും, എങ്ങനുണ്ട് വീട്ടിലെ അന്തരീക്ഷം? സ്തോത്രം. അവന് ബോധിച്ചോടനെ അപ്പനോടും അമ്മയോടും പറഞ്ഞു. ഇനി ഞാൻ മാതാപിതാക്കളോടും കൂടെ ഒരു കാര്യം പറയാം. നിങ്ങളുടെ മകനോ മകളോ കണ്ട് ബോധിച്ചു, അവരങ്ങ് തീരുമാനിച്ചു, ന്യായമായ കാര്യം നിങ്ങൾ പറഞ്ഞു കൊടുത്തു, മോനെ ഇത് പാടില്ല, മോളെ ഇത് പാടില്ല, പിന്നെ അങ്ങ് ശടിക്കുക. അങ്ങനെയാണെങ്കിലേ, കണ്ടവാൻ അങ്ങ് ശടിക്കുകയാണെങ്കിലേ അങ്ങ് നടത്തി കൊടുത്തേക്കണം. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? പിള്ളേരോട് പറഞ്ഞു കൊടുക്കണം, നമ്മൾ പെന്തിക്കോസാ,
നമുക്കിത് പാടില്ല, അവർ രക്ഷിക്കപ്പെട്ടതല്ല, സ്നാനപ്പെട്ടതല്ല, കൂട്ടായ്മയല്ല, ഇത് പാടില്ല എന്നൊക്കെ ന്യായമായിട്ടും കാര്യമായിട്ടും പറഞ്ഞു കൊടുക്കണം. അടിക്കുകയൊന്നും ചെയ്യരുത്, അനാവശ്യമൊന്നും പറയരുത്, കഞ്ഞി കൊടുക്കാതെ ഇരിക്കരുത്, വരുമ്പോ കറ കടച്ചിടുകയും ചെയ്യരുത്. പറഞ്ഞു കൊടുക്കണം, കുഞ്ഞെ ഇന്നതാ. അതനുസരിക്കുന്നില്ല, വിധേയപ്പെടുന്നില്ല, പിന്നെയും കടമ്പിടുത്തം പിടിച്ച് നിൽക്കുക. മുമ്പേ ഉമ്മച്ചൻ പറഞ്ഞ പോലെ എന്താ കുരങ്ങ് എന്തുവാ പാമ്പിനെ പിടിച്ച പോലെ ഇങ്ങനെ നിൽക്കുകയാണെങ്കിലേ കാരണവന്മാരോ ചുമതലപ്പെട്ടവരോ ഉണ്ടെങ്കിൽ ആലോചിച്ച് നടത്തി കൊടുത്തേക്കണം. നമ്മുടെ നാട്ടിലൊരു പഴമൊഴിയുണ്ട്, നിങ്ങൾക്കറിയാം, അടിക്കുന്ന വഴി പോയില്ലെങ്കിൽ. വേദോസത്തിലെ വാക്യമല്ല കേട്ടോ. പിന്നെ അങ്ങ് നിർബന്ധമാണ് അങ്ങ് കൊടുത്തേക്കണം. എന്നാ ചില വീട്ടിൽ ചില അപ്പനും അമ്മയും ഉണ്ട്, ഞങ്ങളുടെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ, ശരി പറഞ്ഞില്ലേ, ഞങ്ങളുടെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഈ കാര്യം ഞങ്ങൾ അവസാനം ഒന്നെങ്കിൽ അവൻ അവിടെ കൂടെ ഓടിപ്പോയി, അല്ലെ അവള് ഉടനെ തള്ള പറയും, എൻ്റെ മരണം വരെ ഈ വീട്ടിൽ ചുമ്മാ പറയുന്നതാ. തള്ളയാണ്ടിപ്പോൾ അവിടെ ഇരിക്കുന്നത് 2 കിലോ മുന്തിരിങ്ങായുമായിട്ട് ചുമ്മാ കാശ് മുടക്കാൻ കഴിയല്ലായിരുന്നു. ഒരു പുരുഷൻ ഒരു സ്ത്രീയെ കൊടുക്കുമ്പോൾ സ്ത്രീധനമല്ല, ചെലവുകളില്ലേ? ഒരു നാരങ്ങാ വെള്ളം കൊടുത്താലും അതിന് ചെലവില്ലേ? ആർഭാടം വേണ്ട, ഒരു ജോഡി ഡ്രസ്സെങ്കിലും മേടിക്കണ്ടേ? ഒരു ജോഡി ചെരുപ്പ് വേണ്ടേ? ഇപ്പോഴത്തെ സീസണാണ് ഒരു കുട വേണ്ടേ? കല്യാണം കഴിഞ്ഞ് നനഞ്ഞു പോകാൻ പറ്റുമോ? കോഴി നനഞ്ഞു പോകും പോലെ. അപ്പൊ ഇത് കഴിയത്തില്ല, അതിനാ ഉടനെ വിളച്ചില്ല. ഞങ്ങളുടെ കൊക്കിന് ജീവനുണ്ട്, ഇങ്ങനെ ഞങ്ങൾക്കൊരു മോളില്ല, ഇങ്ങനൊരു മോൻ ഇല്ല. എന്നിട്ട് 5 മാസം കഴിഞ്ഞപ്പോ മോനെ മോളെ വിളച്ചില് കാര്യമുണ്ട്. നിങ്ങൾ പിന്നെ സ്തംഭിച്ചിരിക്കുന്ന പോലെ. എന്നെ എല്ലാവർക്കും ഒരു ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചതാണോ? ദൈവമേ, ഇന്ന് മുതൽ പട്ടടിക്കിരിക്കണമല്ലോ. ഇനി ദൈവത്തിന് മഹത്വം. വളരെ ശ്രദ്ധിക്കണം, ദൈവപൈതലിന് വ്രതമുണ്ടെന്ന്. അപ്പൊ ഈ ശിംശോൻ തിമ്നയിൽ പോയി ഒരു ഫെലിസ്ത്യ കന്യകയെ കണ്ടു, ഇഷ്ടപ്പെട്ട് ബോധിച്ചു, അപ്പനോടും അമ്മയോടും വന്ന് പറഞ്ഞു. അപ്പൊ അവരും ഇതുപോലെ ന്യായമായിട്ട് പറഞ്ഞടേ, ഇവിടെ നമ്മുടെ ഇടയിൽ കന്യകമാരില്ലായിട്ടാണോ നീ? വായിച്ചേ വാക്യം വായിര്. അവന്റെ അപ്പനും അമ്മയും അവനോട്, അഗ്രചർമ്മികളായ ഫെലിസ്ത്യരിൽ നിന്ന് നീ ഒരു ഭാര്യ എടുപ്പാൻ പോകേണ്ടതിന് നിന്റെ സഹോദരന്മാരുടെ കന്യകമാരിലും നമ്മുടെ സകല ജനത്തിലും യാതൊരുത്തിയും ഇല്ലയോ? അയ്യോ, ഇവിടെ പെണ്ണുങ്ങളാരും ഇല്ലയോടാ? ഇവിടെ ഉദ്ദേശിച്ച് നമ്മള് ഇസ്രായേൽ ഗോത്രത്തിൽപ്പെട്ടതാ. ശിംശോന്റെ ഗോത്രം ദാൻ ഗോത്രമാ. ദാൻ മടികളൊരു പാമ്പും പാറയിൽ സർപ്പമാ. അവൻ കുതിരയുടെ കുതികാല് കടിക്കും, പുറത്തിരിക്കുന്ന മറന്ന് താഴെ വീഴും. ഉഗ്രം ഗോത്രമാണ് ദാൻ ഗോത്രം. അപ്പൊ അപ്പനും അമ്മയും ചോദിച്ചേട്ടെ, നമ്മുടെ ഗോത്രത്തിൽ നമ്മുടെ കുടുംബത്തിൽ ഇല്ലാഞ്ഞിട്ടാണോ? ഞാൻ ഉദ്ദേശിച്ചത് രക്ഷിക്കപ്പെട്ടെന്നുള്ളത് ആശയമാണ്. രക്ഷിക്കപ്പെട്ടു, അതാ വിഷയം. രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലുമായിട്ടേ ബന്ധുത പാടുള്ളൂ. പിന്നെ അക്കടി പറ്റിയവരും അബദ്ധം പറ്റിയവരും ഉണ്ട്. പ്രാർത്ഥിക്ക്, ദൈവം പരിഹാരം തരട്ടെ. സ്തോത്രം. നോർത്ത് ഇന്ത്യ ജോലിക്ക് പോയതാ, അവിടെ വെച്ച് പറ്റിപ്പോയി. ഇനിയിപ്പോൾ ഇരുന്ന് പ്രാർത്ഥിക്കല്ലാതെ മിണ്ടുകയല്ല. സ്തോത്രം. ബാംഗ്ലൂർ പഠിക്കാൻ വിട്ടതാ, ആ പാർക്കിൻ്റെ അവിടെ വെച്ച് കണ്ടതാ, പറ്റിപ്പോയി. എറണാകുളത്ത് ഒന്ന് പോയതാ, കടൽ കാണാന്നോർത്ത്, മറൈൻ ഡ്രൈവ് വെച്ച് പറ്റിപ്പോയി. നിങ്ങളാരും കേരളത്തിൽ ജീവിക്കുന്നവരല്ലെന്ന് തോന്നുന്നല്ലയോ? സ്തോത്രം.